പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി എന്നിവരുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് ബലിപെരുന്നാളിന്റെ ചരിത്ര പശ്ചാത്തലം. ആ ചരിത്രം ഓർത്തെടുക്കുകയാണ് ചരിത്ര സംഭവത്തിന് വേദിയായ മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം. ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ ഓർത്തെടുക്കുന്ന ഒരു ചരിത്രമുണ്ട്, ബലിപെരുന്നാളിന്റെ ചരിത്രം. ആ ചരിത്രത്തിന് വേദിയായ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മക്കക്കടുത്ത മിനായിലെ ജംറയാണ് എനിക്ക് പിന്നിലുള്ളത്. അതായത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ചരിത്രമാണ് ബലിപെരുന്നാൾ പറയുന്നത്. ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി നൽകാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അതിനെ തടയാൻ പിശാച്ച് ശ്രമിക്കുകയും ആ സമയത്ത് പിശാച്ചിനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഈ സ്ഥലത്ത് വെച്ചാണ് ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി നൽകുമ്പോൾ പിശാച്ചിനെ കല്ലെറിഞ്ഞ് ഓടിച്ച ആ സ്ഥലം. ഇങ്ങനെ 3 സ്ഥലത്ത് വെച്ച് ഈ പിശാച്ചിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 3 സ്ഥലത്താണ് 3 ജംറകളുള്ളത്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, അങ്ങേ സ്ഥലത്ത് ജംറത്തുൽ അഖബ. ഇങ്ങനെ 3 ജംറകളാണുള്ളത്. ഈ 3 സ്ഥലത്താണ് ഹജ്ജിന്റെ സമയത്ത് തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. പിന്നീട് ദൈവകൽപ്പന പ്രകാരം തന്നെ ഇബ്രാഹിം നബി തന്റെ മകന് പകരം ഒരു ആടിനെ ബലി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ബലിയെ ഓർത്തെടുത്തുകൊണ്ടാണ് എല്ലാ വർഷവും ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.